സോഷ്യൽ മീഡിയ വലിയൊരു സംഭവം തന്നെയാണെന്നുള്ളത് നമ്മളെല്ലാവരും പല സമയത്തായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും വിരൽത്തുമ്പിലാണല്ലോ, എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടും. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയാറുണ്ട്, ഈ സോഷ്യൽ മീഡിയ കാരണം കുറേ ഫേക്ക് ന്യൂസ് ഇറങ്ങുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയ കാരണം കുറേ ആൾക്കാർ ചീത്തയാവുന്നുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും പല സമയങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവുമല്ലോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ വേണം. അതില്ലാതൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂല. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഓഫീസിലെ ഗ്രൂപ്പ്, സ്കൂളിലെ ഗ്രൂപ്പ്, കോളേജിലെ ഗ്രൂപ്പ്. ഇപ്പോൾ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്യുക വാട്സപ്പ് വഴിയായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ചില സമയത്ത് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ മോട്ടിവേഷണൽ കോട്ട്സ്, മോട്ടിവേഷണൽ വീഡിയോസ് ഇതൊക്കെ വായിക്കുക, കേൾക്കുക എന്നൊക്കെ ഉള്ളൊരു ഹാബിറ്റ് എനിക്ക് വന്നത് കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അന്ന് നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിലടഞ്ഞിരിക്കുകയാണല്ലോ. എന്ത് മോട്ടിവേഷണൽ കോട്ട്സ് വായിച്ചാലും ഞാൻ അപ്പം തന്നെ മോട്ടിവേറ്റഡ് ആവും. പിന്നെ ടാറ്റ പറഞ്ഞ് ആ മോട്ടിവേഷൻ പോവാറുണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ പോലും സ്റ്റിൽ ഞാൻ അഫർമേഷൻസ് കേൾക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല നല്ല കോട്ട്സ് വായിക്കാറുണ്ട്, വീഡിയോസ് കേൾക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനുപരി എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മനുഷ്യൻ തന്നെയാണ്. അവർക്കും നമ്മുടെ പോലത്തെ പല ടൈപ്പ് ഓഫ് ഫീലിങ്സ് ഉണ്ടായിരിക്കും. അവർ ഏത് തരത്തിലൂടെയാണ് ഗോ ത്രൂ ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക എന്ന് നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് വഴികളുണ്ട് അല്ലേ? അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാം. ബൈ.